ഓക്കെ, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വല്ലതൊക്കെ നടക്കുന്നുണ്ടോ? പഠനമൊക്കെ ഓക്കെ ആണോ? ഇപ്പോൾ എടുത്ത ചാപ്റ്റർ നമ്മളെ 2ാം യൂണിറ്റ് കഴിഞ്ഞു. അതായത് ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ പക്ഷി ഔർ ദീമക്, ഓർമ്മ ഉണ്ടാവില്ലേ? പക്ഷിയും ചിതലുകളും എന്നായിരുന്നു. നമ്മളിനി 2ാമത്തെ യൂണിറ്റിൽ മൂന്നാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് അതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് കേട്ടോ, ആദ്യ യൂണിറ്റല്ല, 2ാം യൂണിറ്റാണ് അല്ലേ. 1ാം യൂണിറ്റാണ് കഴിഞ്ഞ്. 2ാം യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം കഴിഞ്ഞ പാഠം പക്ഷി ഔർ ദീമക്. ആർത്തിക്കാരനായ പക്ഷിക്ക് അവസാനം കിട്ടിയ ഒരു തിരിച്ചടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ നമ്മൾ ഇതിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടില്ല, ഞാൻ അയച്ചിട്ടുമില്ല ഒന്നും അല്ലേ. ഇനി അടുത്ത യൂണിറ്റ് ഇക്കായി ദോ എന്ന് പറയുന്ന യൂണിറ്റ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അതൊരു പിക്ചറൊക്കെ കൊടുത്തിട്ട്, ഒരു പിക്ചറൊക്കെ ഫസ്റ്റ് കൊടുത്ത മക്കൾ കണ്ടോ? ഓക്കെ. जब तक घटित घटनाओं या उससे संबंध रखने वाले घटनाओं को काल क्रमानुसार विवरण इतिहास होता है. दूसरे शब्दों में मानव जाति से संबंधित विशिष्ट घटनाओं का नाम की ഇതിഹാസ് ഹെ. അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഒരു ആമുഖമായിട്ട് കൊടുത്താൽ മാത്രമാണല്ലോ. അതായത് ഈ കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ അതിൻ്റെ ക്രമത്തിൽ, കാലക്രമം അനുസരിച്ച്, ഡേറ്റ് അല്ലെങ്കിൽ ഇയർ അനുസരിച്ചൊക്കെ ക്രമപ്പെടുത്തുന്നതിനെയാണ് ചരിത്രം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ആമുഖം മാത്രമാണ്. നമുക്ക് വലിയ സംഭവം പഠിക്കാൻ തന്നെ സമയമല്ല, പിന്നെയല്ല ആമുഖം പഠിക്കാൻ. നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആദ്യ ചാപ്റ്ററിൻ്റെ പേര് ജിസ് ഗലി മേം രഹ്താഹും. എന്താ മക്കളെ പറയാ? ജിസ് ഗലി മേം രഹ്താഹും. അതിൻ്റെ അർത്ഥം ഞാൻ താമസിച്ച തെരുവിൽ. ഏത് തെരുവിലാണോ ഞാൻ താമസിച്ചത് എന്നാണ് ശരിക്കുള്ള അർത്ഥം പറയുമ്പോൾ, എങ്കിലും ആശയം പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന തെരുവിൽ. മിർസ ഗാലിബ് എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻഡിപെൻഡൻസ് വാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രമുഖ ഉറുദു കവിയായ മിർസ ഗാലിബ് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡയറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡയറിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പെട്ടെന്നാക്കിയപ്പോഴേ ഈ മൈക്കൊക്കെ ചാടിപ്പോരുന്ന പോലെയാക്കി. ലിസൺ, ഇതിലേറ്റവും ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് अब तक घटित घटनाओं या उससे संबंध रखने वाली घटनाओं को काल क्रमानुसार विवरण इतिहास होता है എന്നാണ്. കഴിഞ്ഞകാല സംഭവവികാസങ്ങളെ അതിൻ്റെ കാലക്രമം അനുസരിച്ച് രേഖപ്പെടുത്തുന്നതിനെയാണ് ചരിത്രം എന്ന് പറയുക. അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ബതായേം ഹമാരെ ദേശ് കി പ്രമുഖ ഐതിഹാസിക് ഘടനായേം കോൻ സി ഹെ. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഏതെല്ലാമാണ്? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പു സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര, മലബാർ കലാപം അല്ലേ, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവൾ മിർസ ഗാലിബ് ഡൽഹിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ആ രാജ്യത്തോട് കാണിച്ച പ്രത്യേകമായ ക്രൂരമായ കൃത്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇതുവരെ ശ്രദ്ധിച്ചോന്നറിയില്ല. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു മക്കളെ? ജിസ് ഗലി മേം രഹ്താഹും എന്ന് പറഞ്ഞേ. ജിസ് ഗലി മേം രഹ്താഹും. ഫസ്റ്റ് നോക്കൂ, ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫ്. अंग्रेज़ों ने दिल्ली में आते ही सीधे सादे लोगों को
मारना शुरू कर दिया. उन्होंने गरीबों के घर भी जला दिए. गोरों के डर से दिल्ली वालों में भगदड़ मच गई. अपनी अपनी जान बचाकर वे भाग निकले. ഒക്കെ റെഡിയാണല്ലോ മക്കളെ. നോക്കൂ, അംഗ്രേസോമിനെ ഓരോ വാക്ക് ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർ ദില്ലിമേ ഡൽഹിയിൽ, ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ, ആത്തേഹി വന്നപ്പോൾ തന്നെ, ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ, സീധേ സാദേ ലോഗോംകോ, നിഷ്കളങ്കരായ, സീധേ സാദ് നല്ല അല്ലെങ്കിൽ നിഷ്കളങ്കരായ, സീധേ സാദ് എന്ന് വായിക്കുക കേട്ടോ. നിഷ്കളങ്കരായ ആളുകളെ, മാർന മർദ്ദിക്കുക, അടിക്കുക അല്ലെങ്കിൽ മർദ്ദിക്കുക, മർദ്ദിക്കാൻ ശുരു കർ ദിയ ആരംഭിച്ചു. എങ്ങനെ മക്കളെ പറഞ്ഞേ? ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ നിഷ്കളങ്കരായ ആളുകളെ മർദ്ദിക്കാൻ തുടങ്ങി. കാരണം അവരെങ്ങനെയാണല്ലോ മർദ്ദിക്കാൻ തുടങ്ങി. ഉനോനെ ഗരീബോം കെ ഘർ ബി ജലാ ദിയ. അവർ, ഉനോംനെ, ഉൻഹോംനെ എന്നെഴുതും, അത് വായിക്കുക എന്താണ്? ഉനോംനെ. അവർ, ഉനോംനെ, ഗരീബോം കെ ഘർ ബി, പാവപ്പെട്ടവരുടെ വീടുകളും. ഗരീബ് എന്ന് പറഞ്ഞാൽ പോർ പീപ്പിൾ, പാവപ്പെട്ടവർ. ഓപ്പോസിറ്റ് അമീർ എന്ന് പറയും. അപ്പോൾ ഗരീബോം ഖി ഗർബി, പാവപ്പെട്ടവരുടെ വീടുകളും. ജലാദിയെ, ഹിന്ദിയിൽ ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുകയാണ്, കത്തിക്കുക. ജല്ല എന്ന് പറഞ്ഞാൽ കത്തുകയാണ്. അപ്പോൾ പാവപ്പെട്ടവരുടെ വീടുകളും ജലാദിയെ കത്തിച്ചു. പാവപ്പെട്ടവരുടെ വീടുകളും അവർ കത്തിച്ചു. ഗോരോം കെ ഡർ സെ ദില്ലി വാലേ മേ ഭഗ്ദഡ് മച്ച് ഗയി. ഗോരോം കെ ഡർ സെ, വെള്ളക്കാരോടുള്ള പേടി കൊണ്ട്. ഗോരോം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ എന്ന് പറയും. ഗോരെ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വെളുപ്പാണ്. അപ്പോൾ ഗോരോം എന്ന് പറഞ്ഞാൽ വെള്ളക്കാർ. നമ്മൾ ഇംഗ്ലീഷുകാരെ വെള്ളക്കാർ എന്ന് പറയില്ലേ? വെള്ളക്കാറല്ല, വൈറ്റ് കാറല്ല, ഇത് വെള്ളക്കാർ. വെള്ളക്കാരോടുള്ള ഡർസെ, പേടി കൊണ്ട്. ദില്ലി വാലോമേ, ഡൽഹിക്കാരും. ഈ ദില്ലി വാല എന്ന് പറഞ്ഞാൽ ഡൽഹി നിവാസികൾ എന്താ പറയുക? ദില്ലി വാല എന്ന് പറയാം. അപ്പം നമ്മൾ നിങ്ങളെ കരുളായ വാലാന്നോ, പൂക്കൂട്ടമ്പാടം വാലാന്നോ, ചുള്ളിയോട് വാലാന്നോ, നമ്മളെ ചെട്ടി വാലാന്നോ ഒക്കെ പറയുമല്ലോ. അപ്പോൾ എവിടുത്തുകാരാണോ അവിടുത്തുകാരെ വാല ചേർക്കും, നല്ലതാണ് അല്ലേ? അപ്പോൾ ഗോരോം കെ ഡർസെ, ബ്രിട്ടീഷുകാരോടുള്ള പേടി കൊണ്ട്, അല്ലെ വെള്ളക്കാരോടുള്ള പേടി കൊണ്ട്. ദില്ലി വാലോമേ, ഡൽഹിക്കാർ. ഭഗ്ദഡ് മച്ച് ഗയ, അവർ പാലായനം ചെയ്തു. മക്കളെ ക്ലാസ് കേൾക്കുമ്പോഴേ, ഇതുവരെ എനിക്ക് തോന്നുന്നു ആരും സംശയം ചോദിച്ചിട്ടില്ല. ക്ലാസ് യൂട്യൂബിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ അറിയാലോ, ജസ്റ്റ് എഴുതി വാട്സപ്പ് ചെയ്താൽ മേട്ടോ, സാർ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അടുത്ത വർഷം നമുക്ക് 10ാം ക്ലാസ്സാണ്, കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം ബേസിക്കൊക്കെ. ഭഗ്ദഡ് മച്ച് ഗൈ, പാലായനം നടത്തി. അപ്പനി അപ്പനി ജാൻ ബജാക്കർ വേ ബാഗ് നിക്കലെ എന്നാണ്. അപ്പനെ അപ്പനെ ജാൻ ബജാക്കർ, തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട്, തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട്. വേ ബാഗ് നിക്കലെ, അവർ ഓടിപ്പോയി, ഓടാൻ തുടങ്ങി. ജീവനും കയ്യിലെടുത്തുകൊണ്ടേ, ജീവനും ഇപ്പോൾ ബ്രിട്ടീഷുകാർ 4 ഭാഗത്തും ആക്രമിക്കുകയാണ്, വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ 4 ഭാഗത്തു നിന്നും ബ്രിട്ടീഷുകാരാക്രമിച്ചപ്പോൾ അപ്പനി അപ്പനി ജാൻ ബജാക്കർ, തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി വേ ബാഗ് നിക്കലെ, അവർ ഓടിപ്പോയി. എവിടുന്ന് ഓടിപ്പോയി? ദില്ലീസെ അല്ലേ? എവിടുന്ന് ഓടിപ്പോയി? ഡൽഹിയിൽ നിന്ന് അവർ ഓടിപ്പോയി. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ പ്രവേശിച്ചപ്പോൾ അവർ നിഷ്കളങ്കരായ ആളുകളെ അവർ മർദ്ദിക്കാൻ തുടങ്ങി. പാവപ്പെട്ട വീടുകൾ കത്തിച്ചു. ബ്രിട്ടീഷുകാരുള്ള പേടി കൊണ്ട് ഡൽഹിക്കാരൊക്കെ ജീവൻ കയ്യിലെടുത്ത് പാലായനം നടത്തി. എല്ലാവരും അവിടുന്ന് ഓടിപ്പോയി. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കൂ മക്കളെ. ജിസ് ഗലീമേ മേം രഹ്താഹും ഉസ്മേം
सिर्फ 10-12 घर थे। गली में घुसने का सिर्फ एक ही रास्ता था। वहाँ कोई कुआं नहीं था। जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और वहाँ पत्थर रख दिए। जिस गली में मैं रहता हूँ, എന്താ മക്കളെ മീനിങ്? ഞാൻ താമസിച്ച തെരുവിൽ ഉസ്മേ അതിൽ സിർഫ് കേവലം കേവലം 10-12 ഘർ. 10 മീൻസ് 10, 12 മീൻസ് 12. 10 ഘർ വീടുകൾ, 10-12 വീടുകൾ ഉണ്ടായിരുന്നു. മൊത്തം എങ്ങനെ ക്ലിയർ ആയിട്ട് മക്കൾ മീനിങ് പറഞ്ഞേ? ഞാൻ താമസിക്കുന്ന തെരുവിൽ 10-12 വീടുകൾ ഉണ്ടായിരുന്നു. ഞാൻ താമസിച്ച തെരുവിൽ 10-12 വീടുകൾ ഉണ്ടായിരുന്നു. ഗലി മേം ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്താ താ. തെരുവിൽ പ്രവേശിക്കാൻ സിർഫ് കേവലം ഏക് ഹി രാസ്താ താ, ഒരേ ഒരു വഴി ഉണ്ടായിരുന്നു, ഒരേ ഒരു വഴി മാത്രം ഉണ്ടായിരുന്നു. ഗലിമേം തെരുവിൽ ഘുസ്നേക്ക പ്രവേശിക്കുന്നതിന് സിർഫ് കേവലം ഏക് ഹി രാസ്താഥ, ഒരേ ഒരു വഴി ഉണ്ടായിരുന്നു, കേവലം ഒരു വഴി ഉണ്ടായിരുന്നു. വഹാം കോയി കുആം നഹീം ഥ എന്നാണ്. വഹാം അവിടെ, കോയി യാതൊരു, കുആം കിണർ, അവിടെ യാതൊരു കിണറുകളും ഇല്ലായിരുന്നു, അവിടെ ഒറ്റ കിണർ പോലുമില്ല. जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और वहाँ पत्थर रख दिया. जो लोग ഏത് ആളുകൾക്കാണോ ഭാഗ് നഹീം പായും ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്, ഏത് ആളുകൾക്കാണോ ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്, ഉൻ സബിനെ അവരെല്ലാവരും മിൽക്കർ ചേർന്നിട്ട് ഗലിക ദർവാസ വീടിൻ്റെ തെരുവിൻ്റെ വാതിൽ ബീത്തർസെ ഉള്ളിൽ നിന്നും ബന്ദ്കർ ദിയ അടയ്ക്കുകയും വഹാം അവിടെ പത്ഥർ രഖ് ദിയ കല്ല് വെച്ചു. പഴയ പുസ്തകം അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ചിത്രം കൊടുത്തിട്ടുണ്ട്, പിക്ചർ. അപ്പോൾ ആർക്കാണോ തെരുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് അവരെല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്തു? തെരുവിലേക്കുള്ള വാതിൽ ഒരു വലിയ കല്ല് വെച്ച് അവർ അടച്ചു. വേറെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ. അവിടെ അവരെന്ത് ചെയ്തു? തെരുവിലേക്ക് വലിയ വാതിലുണ്ട്, വീടിനല്ല വാതിൽ, ആ തെരുവിലേക്കൊരു വാതിലുണ്ട്, ആ വാതിൽ അവർ വലിയൊരു കല്ല് വെച്ച് അടച്ചു. അങ്ങനെ മക്കളെ ആ പാരഗ്രാഫ് പറഞ്ഞു വയ്ക്കുന്നുകൂടി. ജിസ് ഗലിമേ മേം രഹ്താഹും ഉസ്മേ സിർഫ് 10-12 ഹൃദയ. ഞാൻ താമസിക്കുന്ന തെരുവിൽ കേവലം 10-12 വീടുകളുണ്ടായിരുന്നു. ഗലിമേം ഖുസ്നേക്ക സിർഫ് ഏക് ഹി രാസ്താദ. വീട്ടിൽ പ്രവേശിക്കുന്നതിന് കേവലം ഒരേ ഒരു വഴി ഉണ്ടായിരുന്നു. മക്കൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇടപെടുന്നില്ല, സംശയങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. വഹാം കോയി കുആം നഹീം ഥ, അവിടെ യാതൊരു കിണറുകളും ഇല്ലായിരുന്നു. ജോ ലോഗ് ബാഗ് നഹീം പായേ ഉൻ സബ്നെ മിൽക്കർ ഗലി കാ ദർവാസ ഭീത്തർ സെ ബന്ദ് കർ ദിയ और വഹാം പത്ഥർ രഖ് ദിയ. ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ആളുകളെല്ലാവരും ഒരുമിച്ചിട്ട് തെരുവിൻ്റെ വാതിൽ ഉള്ളിൽ നിന്ന് അടയ്ക്കുകയും ശേഷം ഒരു കല്ലോടെ വെക്കുകയും ചെയ്തു. സെക്കൻഡ് പാരഗ്രാഫ് അല്ലേ. ഇനി തേർഡ് പാരഗ്രാഫ് നോക്കൂ. घरों में खाने पीने का जितना सामान था धीरे धीरे खत्म होने लगा. पानी की बड़ी दिक्कत थी. लोग बड़ी सावधानी से आहिस्ता आहिस्ता उस पानी को पी रहे थे, लेकिन आखिरकार वे घड़े भी खाली हो गई. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे,
लेकिन जब प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाज़ा खोल दिया। वे पानी की तलाश में बर्तन लेकर निकल पड़े, लेकिन पानी तो दूर दूर तक कहीं नहीं था। शारा बारूद बनाने के काम आता है। उसे शोरे का पानी जब आसपास मिला तो गली वाले उस पानी को घरों में ले आए। वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई। वो पानी इतना कड़वा और बदबूदार कि लगा जैसे पानी नहीं मौत पी रहे हो। घरों में വീടുകളിൽ ഖാനെ പീനെ കാ ജിത്തന സാമാൻ ത തിന്നാനും കുടിക്കാനുമുള്ള ഖാനെ പീനെ കാ വീടുകളിൽ തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ എത്ര സാധനങ്ങളാണോ ഉണ്ടായിരുന്നത്, വീടുകളിൽ തിന്നാനും കുടിക്കാനും എത്രത്തോളം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ധീരെ ധീരെ മെല്ലെ മെല്ലെ ഖതം ഹോനേലകെ അത് അവസാനിക്കാൻ തുടങ്ങി. അതായത് അത്യാവശ്യം പരിപ്പും അരിയൊക്കെ അവർ എടുത്തിട്ടുണ്ടാവും. പക്ഷേ അധിക നാളത്തേക്കില്ല. ഓരോ ദിവസം കഴിയും തോറും എന്താ മക്കളെ സംഭവിച്ചത്? അത് കുറഞ്ഞു വരാൻ തുടങ്ങി. വീടുകളിൽ തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് തി വെള്ളത്തിൻ്റെ വലിയ ദിക്കത്ത് എന്ന് പറഞ്ഞാൽ മുഷ്കിൽ എന്ന് പറഞ്ഞാലോ ബുദ്ധിമുട്ട്, പ്രയാസം. വെള്ളത്തിന് വലിയ പ്രയാസമുണ്ടായിരുന്നു, ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ലോഗ് ബഡി സാവധാനി സെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഹെ. ആളുകൾ ബഡി സാവധാനി സെ വളരെയധികം. സാവധാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദി എന്താർത്ഥം? മലയാളത്തിലെ സാവധാനമാണോ? സാവധാൻ, വിശ്രാം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സാവധാൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, വിശ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിറ്റീസാണ്. അതായത് ആളുകൾ വളരെ ശ്രദ്ധയോടെ നടത്തട്ടോ. ആളുകൾ വളരെ ശ്രദ്ധയോടെ ആഹിസ്ത ആഹിസ്ത മെല്ലെ മെല്ലെ ഉസ് പാനിക്കോ പീരഹേത് ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. വെള്ളം വളരെ സാവധാനം ശ്രദ്ധിച്ചവർ, വളരെ ശ്രദ്ധിച്ചവരെന്താണ്? കാരണം ചിലവ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്താൽ പൂർത്തിയാക്കിയാൽ തീർന്നവന് വേറെ വെള്ളമില്ല, അപ്പോൾ ശ്രദ്ധിച്ച് കുടിച്ചുകൊണ്ടിരുന്നു. ലേക്കിൻ ആഖിർക്കാർ എന്നാൽ അവസാനം വേ ഘടേബി ഗാലി ഹോയി അവർക്ക് കുടങ്ങളെല്ലാം ഖാലി ഹോഗയി കാലിയാക്കേണ്ടി വന്നു. അവസാനം അവർക്ക് എല്ലാ പാത്രങ്ങളും എല്ലാ കുടങ്ങളും അവരത് കാലിയായി, വേറെ വഴിയില്ല, കാലിയായി. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. ऐसे में ഇപ്രകാരം ഗലീമേം രഹനെ വാലെ തെരുവിൽ താമസിക്കുന്നവർ, ഇപ്രകാരം തെരുവിൽ താമസിക്കുന്നവർ 2 दिन और 2 रात तक 2 രാവും 2 പകലും 2 രാത്രിയും വരെ. 2 दिन 2 പകൽ 2 രാത്ത് 2 രാത്രി, 2 പകലും 2 രാത്രിയും വരെ. ഭൂഖെ പ്യാസ് സമയ കാട്ടേരെ അവർ വിശപ്പിലും ദാഹത്തിലും കഴിച്ചു കൂട്ടിയെന്നാണ്. 2 രാത്രിയും 2 പകലുകളോളം അവർ ആകെ വിശപ്പിലും ദാഹത്തിലും അവർ കഴിച്ചു കൂട്ടി. ലേക്കിൻ जब प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाज़ा खोल दिया. लेकिन എന്നാൽ जब प्यास बर्दाश्त नहीं हुई, എന്നാൽ ദാഹം എല്ലാത്തിനും പരിധി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ദാഹം സഹിച്ചിരിക്കുന്നതൊക്കെ നോമ്പ് കാലത്തായിരിക്കാം, മുസ്ലിം ഒക്കെ ആണെങ്കിൽ. അല്ലാത്തവർക്ക് നമുക്കറിയാം, പക്ഷെ അതൊരു ആത്മീയമായ ദാഹം മാത്രമാണ്. അല്ലാത്തവരും എല്ലാവരും ഒരു മണിക്കൂറുകളോളം, അത് പിന്നെ ചൂടിൻ്റെ കപ്പാസിറ്റി പോലെയാണ്. മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ദാഹം കുറയും, എങ്കിലും ഒരു 1 ഡേ കംപ്ലീറ്റ് ഒന്നും ആരും ദാഹം സഹിച്ചിരിക്കില്ല. അങ്ങനെ ഇവരെന്താണ്, ഇവർക്ക് ദാഹം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പരേശാൻ ലോകോനെ ആകെ പരിഭ്രാന്തിയിലായ ആളുകൾ,
ബുദ്ധിമുട്ടായ പരേശാൻ, ആകെ പരിഭ്രാന്തിയിലായ ആളുകൾ ഗലീക്ക ദർവാസ ഖോൽ ദിയ. അവരെന്ത് ചെയ്തു? അവർ വീടിൻ്റെ വാതിൽ, വീടിൻ്റെ അല്ല തെരുവിൻ്റെ വാതിൽ, അവർ ഗലീക്ക ദർവാസ തെരുവിൻ്റെ വാതിൽ ഖോൽ ദിയ തുറന്നു. അവർ തെരുവിൻ്റെ വാതിൽ തുറന്നു. വേ പാനി കി തലാശ് മേം ബർത്തൻ ലേക്കർ നിക്കൽ പടെ. അവർ പാനി കി തലാശ് മേം വെള്ളത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ, തലാഷ് അന്വേഷണത്തിൽ, ബർത്തൻ ലേക്കർ പാത്രം എടുത്തിട്ട്, നിക്കൽ പടെ പുറപ്പെട്ടു. അവർ വെള്ളത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ പാത്രം എടുത്തിട്ട് അവർ പുറപ്പെട്ടു. ലേക്കിൻ പാനീത്തോ ദൂർ ദൂർ തക്ക് നിഹീം കഹീം ഥി എന്നാണ്. എന്നാൽ പാനീത്തോ വെള്ളമാവട്ടെ ദൂർ ദൂർ തക്ക് വളരെ ദൂരത്തോളം, കഹീം നെഹീം ഥ എവിടെയും ഇല്ലായിരുന്നു. വെള്ളത്തിന് വേണ്ടി പാത്രം എടുത്ത് പുറപ്പെട്ടു, പക്ഷേ വെള്ളമാവട്ടെ ദൂരം വരെ എവിടെയും ഇല്ലായിരുന്നു. ഷാര ബാരൂദ് ബനാനേക്ക കാമേം ആത്താഹെ. ഷാര ബരൂദ് എന്ന് പറഞ്ഞാൽ, ഷാര എന്ന് പറഞ്ഞാൽ വെടിയുപ്പാണ്. വെടിയുപ്പ് എന്നൊക്കെ പറഞ്ഞാലേ വെടിമരുന്ന് ഉണ്ടാക്കുന്ന സാധനം. ബാരൂദ് എന്ന് പറഞ്ഞാൽ വെടിമരുന്നാണ്. വെടിയുപ്പ് സാധാ ഉപ്പല്ല കേട്ടോ, വെടിയുപ്പ് എന്ന് പറയാം. വെടി നമ്മുടെ കോറികളിലൊക്കെ ഉണ്ടാവും അങ്ങനെ. വെടിയുപ്പും വെടിമരുന്നും ഉണ്ടാക്കുന്ന ജോലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ താമസിക്കുന്ന തെരുവിൻ്റെ അടുത്ത് എവിടെയോ ഈ വെടിയുപ്പും വെടിമരുന്നൊക്കെ ഉണ്ടാക്കുന്ന പ്രവൃത്തി, ജോലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസി ഷോരേക്ക പാനി, ആ ഷോരേക്ക പാനി വെടിയുപ്പ് കലർന്ന വെള്ളം, ജബ് ആസ്പാസ് മിലാത്തോ അടുത്ത് കിട്ടിയപ്പോൾ, ആസ്പാസ് അടുത്ത്, ആ വെടിയുപ്പ് കലർന്ന വെള്ളം അടുത്ത് കിട്ടിയപ്പോൾ, ഗലി വാലെ തെരുവു നിവാസികൾ, ഉസ് പാനിക്കോ ആ വെള്ളത്തെ ഘരോമേം ലേ ആയ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരെന്ത് ചെയ്തു? അത് വീട്ടിലേക്ക് അവർ കൊണ്ടുപോയി. വൈസി സഹരിയിലെ പാനിക്കോ പീക്കർഹി ഉനോവിനെ പ്യാസ് ബുച്ചായി. വൈസെ അപ്രകാരമുള്ള, സഹരിയിലെ പാനി എന്ന് പറഞ്ഞാൽ വിഷം നിറഞ്ഞ വെള്ളം. ഇതാകെ വെടിയുപ്പ് കലർന്ന, വെടിമരുന്ന് കലർന്ന വെള്ളമാണ്. ആ വെടിമരുന്ന് കലർന്ന സഹരിയിലെ പാനി എന്ന് പറഞ്ഞാൽ ആ വിഷം കലർന്ന വെള്ളം. പീക്കർഹി കുടിച്ചിട്ട് തന്നെ, ഉനോനെ അവർ, പ്യാസ് ബുച്ചായി ദാഹം ശമിപ്പിച്ചു. ആ വെടിയുപ്പ് കലർന്ന വെള്ളം കുടിച്ചിട്ട് അവർ ദാഹം ബുച്ചായി ശമിപ്പിച്ചു, ദാഹമില്ലാതാക്കി. വഹ് പാനി ഇത്തന കഡ്വ അവർ ബദ്ബൂദാർ കി ലഗ ജൈസെ പാനി നെഹിം മൗത്ത് പീ രഹേ ഹോ. വഹ് പാനി ആ വെള്ളം, ഇത്തന കഡ്വ ഇത്രയും കയ്പും, കഡ്വ എന്ന് പറഞ്ഞാൽ കയ്പ്, അവർ ബദ്ബൂദാർ ദുർഗന്ധമുള്ളത്, ആ വെള്ളം ഇത്രയും കയ്പും ദുർഗന്ധമുള്ളതും ആയതിനാൽ, ആ വെള്ളം ഇത്രയും കയ്പും ദുർഗന്ധമുള്ളതുമായതിനാൽ, ലഗ തോന്നി, ജൈസെ പാനി നെഹിം ഇത് വെള്ളമല്ല കുടിക്കുന്നത് എന്നവർക്ക് തോന്നി, മൗത്ത് പീ രഹേഹോ മരണമാണ് കുടിക്കുന്നത്. അതായത് ഈ വെള്ളം ഇത്രയും വിഷം നിറഞ്ഞ ഒരു വെള്ളമാണ് കുടിക്കുന്നത്. അവർക്ക് തങ്ങൾ കുടിക്കുന്നത് വെള്ളമല്ല, മറിച്ച് മരണത്തെയാണ് കുടിക്കുന്നത്. കാരണം എന്തായാലും മരിക്കും, അപ്പോൾ അവന് വെള്ളം കുടിച്ച് മരിക്കുക. ഇതാകപ്പാടം മലിനമായ വെള്ളമാണ്, ആകെ ഡേട്ടിയാണ്, ഒരുപാട് ദുർഗന്ധം വരുന്നുണ്ട്, ഈ വെടിമരുന്നൊക്കെ കലർന്ന വെള്ളമാണ്. അപ്പോൾ അത് അവർ കുടിക്കുമ്പോൾ അവർക്ക് തോന്നി കുടിക്കുന്ന വെള്ളമല്ല, മറിച്ചൊരു മരണത്തെയാണ് തങ്ങൾ കുടിക്കുന്നത് എന്നവർക്ക് തോന്നി. നോക്കൂ അതൊന്നുകൂടെ. ഘരോമേ ഖാനെ പീനേക്ക ജിത്തന സാമാൻ ദ ധീരെ ധീരെ ഖതം ഹോനെ ലഗ. വീട്ടിൽ തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ മെല്ലെ മെല്ലെ കഴിയാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് തി വെള്ളത്തിൻ്റെ വലിയ ദൗർലഭ്യം അല്ലെങ്കിൽ പ്രയാസമുണ്ടായിരുന്നു. ലോക് ബഡി സാവധാനിസെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനിക്കോ പീരഹേത്. ആളുകൾ വളരെയധികം ശ്രദ്ധയോടെ മെല്ലെ മെല്ലെ ആ വെള്ളം കുടിച്ചു. ലേക്കിൻ ആഖിർക്കാർ വേ ഘടേ ബി ഖാലി ഹോ ഗയി. എന്നാൽ അവസാനം അവർക്ക് അവരുടെ കുടങ്ങളെല്ലാം കാലിയായി. ഐസേമേം ഗലീമേം രഹനെ വാലെ 2 ദിൻ അവർ രാത് തക്ക്
ഭൂഖേ പ്യാസെ സമയ കാട്ടെ രഹെ. അപ്രകാരം തെരുവിൽ കഴിഞ്ഞവർ 2 രാവും 2 പകലും വരെ വിശപ്പിലും ദാഹത്തിലും കഴിച്ചു കൂട്ടി. ലേക്കിൻ ജബ് പ്യാസ് ബർദാശ്ത് നഹീം ഹുയിത്തോ. എന്നാൽ വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാതായപ്പോൾ, ദാഹം ക്ഷമിക്കാൻ പറ്റാതായപ്പോൾ പരേശാൻ ലോകോമിനെ ഗലീക്ക ദർവാസ ഖോൽ ദിയ. പരിഭ്രാന്തിയിലായ ആളുകൾ തെരുവിൻ്റെ വാതിൽ തുറന്നു. വേ പാനിക്ക് തലാശ്മേം ബർത്തൻ ലേക്കർ നിക്കൽപ്പെടെ. അവർ വെള്ളത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ പാത്രം എടുത്തിട്ട് പുറപ്പെട്ടു. ലേക്കിൻ പാനീത്തോ ദൂർ ദൂർത്തക്ക് കഹീം നഹീംദ. എന്നാൽ വെള്ളമാവട്ടെ ദൂരെ ദൂരം വരെ എവിടെയുമില്ലായിരുന്നു. ഷാര ബാരൂദ് പാനി ബനാനേക്ക കാമ്യം ആത്താഹം. വെടിയുപ്പും വെടിമരുന്നും ഉണ്ടാക്കുന്ന ജോലി അവിടെ നടന്നുകൊണ്ടിരുന്നു. ഉസേ ഷോരേക്ക പാനി ജബ് ആസ്പാസ് മിലാത്തോ. ആ വെടിയുപ്പ് കലർന്ന വെള്ളം അടുത്ത് ലഭിച്ചപ്പോൾ തെരുവ് നിവാസികൾ ഉസ് പാനിക്കോ ഖരേമേം ലേ ആയം. ആ വെള്ളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈസെ സഹറിയിലെ പാനിക്കോ പീക്കർ ഹി ഉനോനെ പ്യാസ് ബുജായി. ആ വെടിയുപ്പ് കലർന്ന അല്ലെങ്കിൽ വിഷം നിറഞ്ഞ, സഹറിയിലെ വിഷം നിറഞ്ഞ ആ വിഷം നിറഞ്ഞ വെള്ളം കുടിച്ചിട്ട് അവർ ദാഹം ശമിപ്പിച്ചു. വഹ് പാനി ഇത്തന കഡ്വ ഔർ ബദ്ബൂദാർ കി ലഗ ജൈസെ പാനി നഹീം മൗത്ത് പീ രഹേ ഹോ. ആ വെള്ളം ഇത്രയും കയ്പും ദുർഗന്ധവും ഉള്ളതായതിനാൽ അവർക്ക് തോന്നി കുടിക്കുന്നത് വെള്ളമല്ല മരണമാണെന്ന്. അത്രയും മക്കൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്ലാസ് കേട്ടോ. എടുത്ത ഭാഗം 3 പാരഗ്രാഫാണ്. ശരിക്കും നോക്കുക. സംശയങ്ങൾ ചോദിക്കാൻ പറയുന്നുണ്ട് സാറ്, പക്ഷേ മക്കളത് കേൾക്കുന്നില്ല ഒന്നല്ലേ. ഓക്കെ, വായിക്കേട്ടോ.